ഓസ്ട്രിയ വരെ വന്നിട്ട് ഓസ്ട്രിയൻ ബീഫ് വെച്ചിട്ട് ബീഫ് മന്തി കഴിക്കലെങ്കിൽ മോശമല്ലേ? അപ്പൊ എല്ലാവരും പോയോ നമുക്കൊരു സിമ്പിൾ ബീഫ് മന്തി പഠിക്കാം. ഇത് സിമ്പിൾ ആണോ ഹോറിബിൾ ആണെന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ. ആദ്യം തന്നെ കുറച്ച് നല്ല ബീഫ് എടുത്തിട്ട് മീഡിയം പീസ് ആക്കി അരിയാം. ഇനി നന്നായി കഴുകി കുറച്ച് നേരം വിനാഗിലെ സോക്ക് ചെയ്ത് വെച്ചാൽ നല്ല ജ്യൂസ് വെന്ത് കിട്ടും. ഇനി ആവശ്യത്തിന് ക്യാപ്സിക്കം എടുത്ത് ക്യൂബ് ആക്കി അരിഞ്ഞ് വെച്ചോ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചങ്ങോട്ട് വെച്ചോ. ഇനി ഒരു കുക്കർ എടുത്താൽ ബീഫും തട്ടുക, ക്യാപ്സിക്കം തട്ടുക, ഇഞ്ചി വെളുത്തുള്ളിയും തട്ടുക, മല്ലിലും തട്ടുക, പിന്നെ ഇച്ചിരി സബോളയും തട്ടുക. കൂട്ടത്തിൽ ഇത്തിരി മുളകുപൊടി, മല്ലിപ്പൊടി, കരുമാസനോടും തട്ടുക. പരിപാടി കളറായിട്ടാ. പിന്നെ ഇത്തിരി ഉപ്പും ചിക്കൻ ക്യൂബ് ഇടാൻ മറക്കല്ലേട്ടാ. ഇനി കൈ വെച്ച് നന്നായി അങ്ങോട്ട് കുഴച്ച് കുക്കർ അങ്ങോട്ട് അടച്ച് നേരെ സ്റ്റവിൽ കയറ്റുക. ഈ ഗ്യാപ്പിൽ ആവശ്യത്തിന് അരി എടുത്ത് കഴുകി അങ്ങോട്ട് സോക്ക് ചെയ്യാൻ വെച്ചോ. ഇനി നമ്മുടെ കുക്കറിലേക്ക് ബീഫ് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാൽ ബീഫ് കഷ്ണം മാത്രം കോരി അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചാൽ ഉണക്കനാരങ്ങ, പട്ട, ഗ്രാമ്പു എല്ലാം അങ്ങോട്ട് തട്ടുക. വെള്ളം നന്നായി അങ്ങോട്ട് തിളക്കുമ്പോൾ നമ്മുടെ അരി അങ്ങോട്ട് തട്ടുക. ദേ പിന്നെ ഉപ്പിടാൻ മറക്കല്ലേട്ടാ. നമ്മുടെ റൈസ് അങ്ങോട്ട് വെന്ത് ഊറ്റി എടുത്ത് കഴിഞ്ഞാൽ നേരെ ഒരു പാൻ വെച്ച് നമ്മുടെ ബീഫ് അങ്ങോട്ട് പൊള്ളിച്ചെടുക്കുക. ഇനി ഒരു വലിയ അണ്ട വെച്ച് ആദ്യം കുറച്ച് ബീഫ് സ്റ്റോക്ക് ഒഴിക്കുക, പിന്നെ കുറച്ച് റൈസ് ഇടുക, പിന്നെ കുറച്ച് ബീഫ് സ്റ്റോക്ക് ഒഴിക്കുക, പിന്നെ കുറച്ച് റൈസ് ഇടുക. അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ ബീഫ് മൊത്തം റൈസിന് മുകളിൽ കൊണ്ടുവച്ച് രണ്ട് മുളക് കൂടി അങ്ങോട്ട് കുത്തി വെച്ചാൽ എല്ലാം സെറ്റ്. ഇനി കുറച്ചെടുത്ത് അമ്മിട്ട് വെച്ച് അതങ്ങോട്ട് പൊട്ടിച്ചൊന്ന് ഇളക്കി എടുത്ത് എന്റെ മോനെ കിടലാം ബീഫ് മന്തി റെഡി. ഇനി ഇത്തിരി മയണസും തക്കാളി സാലും കൂടി ഒരു പിടി പിടിച്ച എന്റെ മോനെ ബോം ചിക്ക ജിങ്കാലല്ല. ആ പറഞ്ഞ എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ ശരിട്ടാ.